മിഷൻ CSEB PYQ സീരീസിലേക്ക് സ്വാഗതം. Under Mudra Loan Scheme, what is the maximum loan that can be granted to a beneficiary? 2022 സ്കീംസുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണിത്. ഓപ്ഷൻസ് 20 lakh, 25 lakh, 5 lakh, 10 lakh. ഈ ചോദ്യം വരുന്ന സമയത്തെ ഉത്തരവും ഇപ്പോഴത്തെ ഉത്തരവും തമ്മിൽ മാറ്റമുണ്ട്. അതെന്താണെന്ന് നോക്കാം. രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങളെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2015 ഏപ്രിൽ 18 PMMY അഥവാ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന സ്കീം കൊണ്ടുവരുന്നത്. ഈ സ്കീം കൊണ്ടുവരുന്ന സമയത്ത് 3 കാറ്റഗറികളാണ് ഉണ്ടായിരുന്നത്: ശിശു, കിഷോർ, തരുൺ. ശിശു ലോൺ സ്കീം പ്രകാരം 50,000 രൂപ വരെ വായ്പ ലഭിക്കുന്നു. കിഷോർ ലോൺ സ്കീം പ്രകാരം 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നു. തരുൺ സ്കീം പ്രകാരം 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നു. 2024-25 ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഒരു പുതിയ കാറ്റഗറി കൂടി ഇതിനോടുകൂടി ചേർത്തത്. അതാണ് തരുൺ പ്ലസ്. തരുൺ പ്ലസ് എന്നത് തരുൺ ലോൺ കൃത്യമായി പൂർത്തിയാക്കിയവർക്ക് പരമാവധി 20 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ്. ഇപ്പോൾ മുദ്ര ലോണിലൂടെ ലഭിക്കുന്ന പരമാവധി ലോൺ തുക 20 ലക്ഷം രൂപയാണ്. മുൻപ് അത് തരുണിലൂടെ 10 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ മുദ്ര ലോണിന് 4 കാറ്റഗറികളാണ് ഉള്ളത്: ശിശു, കിഷോർ, തരുൺ, തരുൺ പ്ലസ്.